ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് കണവ കൊണ്ടൊരു സ്പെഷ്യൽ ഡിഷാണ് കേട്ടോ. അപ്പോൾ കണവ കൊണ്ട് എന്താ റെസിപ്പി എന്നായിരിക്കുമല്ലേ? പാൽ കണവയാണ് കേട്ടോ നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. കണവ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തെടുക്കുക. അതിലേക്ക് കുറച്ച് ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് കുരുമുളക് പൊടി എന്നിവ നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഒരു 10-15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. അതിനുശേഷം നമുക്കൊരു പാത്രം അടുപ്പത്തേക്ക് വെച്ച് കൊടുത്ത് അതിലേക്ക് ആവശ്യമുള്ള വെളിച്ചെണ്ണ വീത്തി കടുക് ഇട്ട് കൊടുക്കുക. അത് പൊട്ടി കഴിയുമ്പോഴത്തേക്കും കരിയേപ്പില, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്നിവ ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് നമുക്ക് തേങ്ങാപ്പാലാണ് വീത്താനുള്ളത്. ആദ്യം നമ്മൾ 2-ാം പാലാണ് കേട്ടോ വീത്തുന്നത്. 2-ാം പാൽ വീത്തി അതൊന്ന് നന്നായി തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ മാഗ്നേറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിരുന്ന ആ കണവ എടുത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് മസാല എന്നിവയും കൂടി ഇട്ട് കൊടുക്കുക. 2-ാം പാലിൽ കിടന്ന് കണവ നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് ആ വെന്ത് കഴിയുമ്പോഴത്തേക്ക് 1-ാം പാലും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിനെ ഒന്ന് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് ചെറുതായിട്ട് വേവിച്ചെടുക്കുക. അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കുക. നമ്മൾ കണവ മാഗ്നേറ്റ് ചെയ്യാൻ നേരത്തെ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പാകത്തിനുള്ള ഉപ്പ് മാത്രം ചേർക്കുക. 1-ാം പാലിൽ കിടന്ന് ഒന്ന് കുറുകി വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർത്ത് ഒന്ന് തിളയ്ക്കുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. പാൽക്കണവ തയ്യാറായി കഴിഞ്ഞു. കണവ തേങ്ങാപ്പാലിൽ കിടന്ന് വേവുന്നതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ്. പിന്നെ എരിവിനായിട്ട് കുരുമുളക് മാത്രമാണ് നമ്മൾ ചേർക്കുന്നത് കേട്ടോ. ഈ ഒരു റെസിപ്പി നമുക്ക് കാപ്പിയുടെ കൂടെ ആയിട്ട് കഴിക്കാനാണ് നമുക്ക് പറ്റിയത് കേട്ടോ. ചോറിനൊപ്പം ടേസ്റ്റ് അല്ല കേട്ടോ. അപ്പം നല്ല പാലപ്പത്തിൻ്റെ കൂടെയാണ് ഞാൻ കഴിക്കുന്നത് കേട്ടോ. നല്ല സ്പൈസി അല്ലാത്ത റെസിപ്പി ആയതുകൊണ്ടാണ് കേട്ടോ ചോറിൻ്റെ കൂടെ സജസ്റ്റ് ചെയ്യാത്തത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.